കഴിഞ്ഞ ദിവസം രഹസ്യാന്വേഷണ വിഭാഗം പിടികൂടിയ 3 പേരെ ചോദ്യം ചെയ്തപ്പോഴാണ് രാജ്യത്ത് ഭീകരാക്രമണം നടത്താനുള്ള ഹിസ്ബുള്ള പദ്ധതിയെക്കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചത്. പിടിയിലായവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അബ്ദലിയിലെ ഫാം ഹൌസിലെത്തിയ പോലീസിന് ഗ്രനേഡ് ലോഞ്ചർ അടക്കമുള്ള വൻ ആയുധശേഖരമാണ് കണ്ടെത്താനായത്. ഫാം ഹൌസിലെ ഭൂഗർഭറയിൽ രഹസ്യമായി ഒളിപ്പിച്ച നിലയിലായിരുന്നു ആയുധങ്ങൾ. 19 ടൺ അതിപ്രഹരശേഷിയുള്ള സ്ഫോടക വസ്തുക്കൾ പ്ലാസ്റ്റിക് ക്യാനുകളിൽ നിറച്ച നിലയിൽ കണ്ടെത്തി. 144 കിലോ TNT, അത്യാധുനിക തോക്കുകൾ, ഹാൻഡ് ഗ്രനേഡുകൾ, ഇലക്ട്രിക് ഡിറ്റനേറ്റർ തുടങ്ങിയവയും ഭൂഗർഭറയിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഫാം ഹൌസ് ഉടമ ഉൾപ്പെടെ 5 പേർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ഇവരെ വിശദമായി ചോദ്യം ചെയ്യുന്നതോടെ കൂടുതൽ അറസ്റ്റുണ്ടാകുമെന്നാണ് സൂചന. ഇറാൻ, ലബനാൻ വംശജരടക്കം നിരവധി പേർ പോലീസ് നിരീക്ഷണത്തിലാണ്. പിടിയിലായവർക്ക് ഷിയ സായുധ സംഘടനയായ ഹിസ്ബുള്ളയുമായി ബന്ധമുണ്ടെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ജൂൺ 26-ലെ ഷിയ പള്ളി ആക്രമണത്തിന് തിരിച്ചടി നൽകാൻ ഹിസ്ബുള്ള പദ്ധതിയിടുന്നതായി രഹസ്യാന്വേഷണ വിഭാഗത്തിന് നേരത്തെ സൂചന ലഭിച്ചിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് 3 പേർ പിടിയിലായതും ഇപ്പോൾ വൻ ആയുധശേഖരം കണ്ടെത്തിയിരിക്കുന്നതും. ആയുധങ്ങൾ കണ്ടെത്തിയ ഫാം ഹൌസ് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഖാലിദ് മുഹമ്മദ് അൽ സബാഹും ഉന്നത പോലീസ് മേധാവികളും സന്ദർശിച്ചു. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി.